എന്റെ കയ്യും കാലും കെട്ടിട്ട് അമ്മയും മോനും ചങ്ങായിമാരും കൂടി ഇതായിരുന്നില്ലേ പരിപാടി? സന്ധ്യാനാമം ജപിക്കാൻ പറയുന്നതിന് പകരം 4 ഇംഗ്രാബ് വിളിച്ചൂടേന്ന് പറഞ്ഞോനെ അപ്പോ ഹോമം ചെയ്ത് പിടിക്കാൻ നോക്കുന്നത്. 13 ആത്മാക്കള് അതിലൊന്ന് ചാടിപ്പോയോലും. അങ്ങനെ ചാടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കേളപ്പെട്ടനാ. പോലീസും പട്ടാളും ഒന്നിച്ച് തെരഞ്ഞിട്ട് കാണാത്ത ആളെ അപ്പോ തീയിട്ട് പേടിപ്പിക്കുന്നത്. ഏതോ ഒരു പെണ്ണിന്റെ വർത്താനവും കേട്ടിട്ട് മന്ത്രവാസത്തിന് ഇറങ്ങിക്കുന്നത് നാണല്ലാത്ത. വിളിച്ചോണ്ട് പോകുന്നുണ്ടോ മക്കടത്താൻ? മനുഷ്യനെ മനസ്സമാനം കളയാനായിട്ട്. ഞാൻ പറയുമ്പോ മാത്രം ഓന് മനസ്സമാധാനം കേട്ടു. ഞാൻ എണീറ്റോളായിട്ട് പോട്. ഒന്ന് എണീക്കമ്മേ. എന്നെ ഇവിടെ ഞാൻ അങ്ങ് എണീറ്റോളൂ. ഓള് ഓൻ ചോദിച്ചു കൈ കൊടുണ്ടാ. നീ കൈ വിട്ട ഞാൻ അങ്ങ് കിടക്കും. എന്ത് സാധനം? ദിനേശ, ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലേ നിനക്കത് വിട്ടൂടെ? വീട്ട് ഒരു മിനിറ്റ് വിട്ടുവാ. എന്തേ? ഒരു കാര്യം പറയട്ടെ. എങ്ങോട്ടാ കേക്കേ? ഒരാൾ ടെൻഷൻ അടിച്ച് പണ്ടാറടങ്ങി നിൽക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല് കേട്ടോ. ഇതിപ്പോൾ എന്തിനാ തന്നതെന്നൊക്കെ മനസ്സിലായില്ലേ? കമ്പനിക്കാരെപ്പോഴും കമ്പനിക്കാരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി മണലിറക്കാൻ വരരുത്. പോര്. ദിനേശ, നാളെ പാർട്ടി ഞാൻ പോന്നേ. എടാ നിക്ക്, ഞാൻ വരുന്നേ. എനിക്ക് സംസാരിക്കാൻ വയ്യ നിന്നോട്. ദിനേശേട്ടാ, ഞാൻ പറയുന്ന ഒന്ന്. എൻ്റെ ഇത്രയും കാലത്ത് സകല ആദർശം ഞാൻ പണയം വെച്ചാണ് ഇമാതിരി പണിക്കിറങ്ങി തിരിച്ചത്. കടത്തിന്റെ മേളിൽ കടമായിട്ട് നിൽക്കുകയാണ് ഞാനിപ്പോ. സോറി, ഞാൻ ദിനേശേട്ടന്റെ മനപ്പുറം നാണം കെടുത്ത വഴി ചെയ്യിപ്പിച്ചാൻ തോന്നുന്നുണ്ടോ? നിനക്കൊരു സോറി പറഞ്ഞങ്ങ് പോയാ മതി. സത്യം പറയട്ടെ, എനിക്കിപ്പോ നിന്നോടൊന്നും തോന്നുന്നില്ല. എല്ലാം മതിയായി, എല്ലാം. നിനക്ക് കിടക്കാനായില്ലേ? വെറുതെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഓരോ ഏടാ കൂടെ ഒപ്പിച്ചു വെക്കും.